The United Nations has declared 21st December World Meditation Day. It's a welcome step as meditation needed this much awaited recognition. Meditation is not connected to any one religion. Like yoga, it is common to everyone. Meditation has the answer to many of the modern day challenges that are faced by the humanity. Meditation can help people to come out of depression or aggression. Meditation can help perception, expression, and communication. It helps you physiologically, it can boost your immune system, it can bring you deep relaxation. The mindfulness is a byproduct of meditation. Focus comes to you naturally. You will feel good from inside. There will be a lot of enthusiasm and positivity that will come up. The mental challenges. ഓം ശാന്തി. ഈശ്വരൻ്റെ സത്യമായ പരിചയം കിട്ടുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ മനസ്സിനെ ഭഗവാനുമായിട്ട് യോഗം വയ്ക്കാൻ, കണക്ട് ചെയ്യാൻ നമുക്ക് വളരെ സരളമായി കഴിയുന്നത്. അതായത് നമ്മൾ സർവ്വാത്മാക്കളുടെയും മാതാപിതാവാണ് ഭഗവാൻ. അതായത് ഞാനും ഈശ്വരനും തമ്മിലുള്ള ബന്ധം ഒരു അച്ഛനും കുട്ടിയും തമ്മിലുള്ള ബന്ധുത്വമാണ്. ഭഗവാൻ നമുക്ക് മാതാവാണ്, പിതാവാണ്. നമ്മൾ ഈശ്വരൻ്റെ സന്താനങ്ങളാണ്. അതിന് നമുക്ക് ആദ്യം ആത്മബോധം വേണം. കാരണം ആത്മാവിന് മാതാപിതാവാണ് പരമാത്മ. ഈ ശരീരത്തിന് അച്ഛനും അമ്മയുള്ളത് പോലെ നമ്മൾ ആത്മാക്കളുടെ മാതാപിതാവാണ് ഈശ്വരൻ. ആ മാതാപിതാവിനെയാണ്, പരംപിത പരമാത്മാവിനെയാണ് ദൈവം, അള്ളാഹു, യഹോവ, ശിവൻ, ഏതെല്ലാം നാമധേയങ്ങളിൽ നമ്മൾ ഭഗവാന്റെ മഹിമ പാടുന്നു. ഈ മഹിമകളെല്ലാം ആ ഒരേ ഒരു മഹാജ്യോതിസിന്റെയാണ്, പരമ്പൊരുളിൻ്റെയാണ്. ആ പരമ്പൊരുളിൻ്റെ സന്താനങ്ങളാണ്, ആ മഹാജ്യോതിസിന്റെ സന്താനങ്ങളാണ് നമ്മൾ ആത്മാക്കൾ. ഈ ബോധം വരുമ്പോഴാണ് നമ്മുടെ മനസ്സ്, അതായത് ശരീരത്തിന്റെ ബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് വരുന്ന നമുക്ക് ആത്മസ്മൃതിയിലിരുന്നുകൊണ്ട് പരമാത്മാവിനെ ഓർമ്മിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പറയാറില്ലേ, നമുക്ക് ഈ കണ്ണുകൊണ്ട് ഈശ്വരനെ കാണാൻ പറ്റില്ല, അകക്കണ്ണ് തുറക്കണം. അകക്കണ്ണർത്ഥം മൂന്നാം കണ്ണ്, ആത്മനേത്ര. അതായത് ഞാൻ ആത്മാവാണെന്നുള്ള ബോധം എപ്പോ നമ്മുടെ ഉള്ളിൽ വരുന്നോ അപ്പോഴേ നമുക്ക് ഈശ്വരന്റെ ഓർമ്മ. കാരണം ആത്മാവിന് പിന്നെ കണക്ഷൻ പരമാത്മാവുമായിട്ടാണ്. പരംജ്യോതിയുടെ ഓർമ്മ നമുക്ക് ആ ലിങ്ക് അപ്പോഴേ കിട്ടുകയുള്ളൂ. അപ്പൊ ആ പരമാത്മ പിതാവിന്റെ ഓർമ്മ നമുക്ക് ആത്മാവിന് സുഖത്തിന്റെ, ശാന്തിയുടെ, ശക്തിയുടെ, സ്നേഹത്തിന്റെ ആ ദിവ്യ തരംഗങ്ങളുടെ ഫീലിങ്സ് നമുക്കുണ്ടാവും. ഈശ്വരൻ നമുക്ക് അങ്ങനെയാണ് അനുഭവം ചെയ്യാൻ കഴിയണേ. ആ ഈശ്വരീയ ഗുണങ്ങളായിട്ട്, ശക്തികളായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതാണ് മെഡിറ്റേഷനിലൂടെ നമുക്ക് കിട്ടുന്ന അനുഭവം. ബാക്കി സർവേശ്വരന്റെ കർത്തവ്യം, പരമാത്മാവിന്റെ കർത്തവ്യം എന്താ, ഭഗവാന്റെ ദിവ്യ കർത്തവ്യം എന്താണ്? മനുഷ്യർക്ക് ആർക്കും ചെയ്യാൻ കഴിയാത്ത കർത്തവ്യമാണ് പതിതാത്മാവിനെ പാവനാക്കുക. അതാണ് ഭഗവാന്റെ കർത്തവ്യം. അതുകൊണ്ടാണ് ഈശ്വരനെ നമ്മൾ പതിത പാവന എന്ന് വിളിക്കുന്നത്. പക്ഷെ ആത്മാ എപ്പോഴാ പതിതാകണേ അത് നമ്മൾ മനസ്സിലാക്കി. ഈ കാലചക്രത്തില്, നാടകശാലയില് നമ്മൾ ആത്മാക്കള് ആത്മലോകത്തുനിന്ന് ഈ നാടകശാലയിലെത്തി നാടകം കളിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ഈ നാടകശാലയിൽ നമ്മുടെ നാടകം 4 യുഗങ്ങളിലൂടെയാണ് കടന്നു പോണത്. അതായത് 4 ഭാഗങ്ങളിലൂടെ: സത്യുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അല്ലെ? ഈ 4ാം ഭാഗത്തിലെത്തുമ്പോൾ നാടകം 4ാം ഭാഗത്തിൽ, അതായത് ലാസ്റ്റ് ഭാഗം, നാടകത്തിന്റെ അന്തിമ സമയം, ഈ 4 ഭാഗങ്ങളും കൂടെ ചേരുന്നതിനെയാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കലിയുഗത്തെ കൽപ്പാന്തകാലം എന്ന് പറയുന്നത്. അതായത് ഈ നാടകശാലയുടെ ലാസ്റ്റ് ഭാഗമാണ്. ഈ കൽപ്പാന്തകാലത്ത് എത്തുമ്പോഴാണ് ആത്മാവ് കറുത്ത അവസ്ഥയിലെത്തുന്നത്. ഗോൾഡ് അവസ്ഥയിൽ നിന്ന് ആരംഭിച്ചതാണ് നമ്മുടെ നാടകം. പക്ഷെ ഗോൾഡൻ സ്റ്റേജ് എന്ന്, സിൽവർ സ്റ്റേജ് എന്ന്, കോപ്പർ, അയൺ ഏജിലാണ് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ അയൺ ഏജിലെത്തിയ ആത്മാവ് തുരുമ്പ് പിടിച്ചുപോയി. ആത്മാവിൽ വളരെയധികം വികർമ്മങ്ങളുടെ, പാപകർമ്മങ്ങളുടെ കറ, ക്ലാവ്, അഴുക്കുണ്ട്. അത് ഇത്ര ആഴത്തില് അനേക ജന്മങ്ങളുടെ ക്ലാവാണ്. ദ്വാപരയുഗം മുതൽ കലിയുഗം വരെ എത്ര പുനർജന്മങ്ങൾ നമ്മൾ എടുത്തു, അത്രയും ജന്മങ്ങളുടെ കറ ആത്മാവിലെ ക്ലാവ് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ക്ലാവ് പിടിച്ച അവസ്ഥയിൽ നമുക്ക് തിരിച്ചു വീട്ടിൽ പോകാൻ പറ്റില്ല. പക്ഷേ കൽപ്പാന്തകാലത്തിലെ, കലിയുഗത്തിന്റെ ഈ ലാസ്റ്റ് സമയം, നാടകത്തിന്റെ ഈ 4ാം ഭാഗം പൂർത്തിയാകുന്ന ഈ സമയത്ത് നമുക്ക് തിരിച്ചു വീട്ടിലേക്ക് പോകണം.
നമ്മൾ വീട്ടിൽ നിന്ന് വന്നവരാണ്, വീട്ടിലേക്ക് പോകണം. പക്ഷെ വന്നതുപോലെ പോകണം. വന്നതുപോലെ പോകണമെങ്കിൽ പ്യൂർ ആകണം, ശുദ്ധാകണം, അഴുക്ക് കളയണം, പാവനാകണം. അപ്പൊ നമ്മൾ പതിതാത്മാവിനെ പാവനാക്കുക, ഇതാണ് ഭഗവാന്റെ ദിവ്യ കർത്തവ്യം. അങ്ങനെ പാവനമാക്കാൻ ഈശ്വരൻ അവിടെ ഇരിക്കുക, നമ്മളിവിടെ ഇരിക്കുക. നാടകശാലയില് പരമാത്മ ബ്രഹ്മലോക നിവാസി, നമ്മൾ ഈ നാടകശാലയില് സാകാര സൃഷ്ടിയില് ഇവിടെ ഇരിക്കുന്ന നമ്മളെ അവിടെ ഇരുന്നുകൊണ്ട് ഈശ്വരന് പാവനാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യാണ്, ഈ കൽപ്പാന്ത കാലത്തിലാണ്, കലിയുഗത്തിന്റെ ഈ ലാസ്റ്റ് സമയം, ഈ കൽപ്പാന്ത്യ കാലമാണ് പരംപിത പരമാത്മ, ഈ നാടകത്തിന്റെ ഡയറക്ടർ, സംവിധായകൻ, രചയിതാവായിട്ടുള്ള ആ സർവേശ്വരൻ ഭഗവാൻ സ്വയം ഈ ഭൂമിയിലേക്ക് വന്ന് നാടകത്തിലെ പരമാത്മാവിന്റെ ദിവ്യമായ പാർട്ട്, ഈശ്വരനും ഈ നാടകത്തിലൊരു പാർട്ടുണ്ട്, ദിവ്യ കർത്തവ്യമുണ്ട്. അതാണ് നമ്മൾ പതിതാത്മാവിനെ പാവനാക്കി മാറ്റുക എന്നുള്ളത്. അതുകൊണ്ട് ശാസ്ത്രത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, പരമാത്മാവിന്റെ ദിവ്യ കർത്തവ്യമാണ് അധർമ്മം നിറയുമ്പോൾ ധർമ്മത്തിന്റെ പുനഃസ്ഥാപനയ്ക്ക് വേണ്ടി വരിക. അതാണ് പറയുന്നത്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. ശ്ലോകത്തിൽ എന്താ പറയണേ, എപ്പോ അധർമ്മം നിറയുന്നു അപ്പോ ധർമ്മത്തിന്റെ പുനഃസ്ഥാപനയ്ക്ക് വേണ്ടി സ്വയം ഭഗവാൻ ഈ ഭാരതഭൂമിയിലേക്ക് ദിവ്യാവതരണം ചെയ്യും. ഈശ്വരന്റെ ദിവ്യ അവതരണമാണ്. കാരണം ആ പരം ജ്യോതി, പരമാത്മാ, പരംപൊരുൾ ഒരിക്കലും അമ്മയുടെ ഗർഭത്തിലേക്ക് പോയിട്ട് ശരീരം എടുത്തൊരു നാടകത്തിലെ പാർട്ട് അഭിനയിക്കുന്നില്ല. പക്ഷേ ഭഗവാന് കർത്തവ്യമുണ്ട്. ആ പരംജ്യോതി ഈ നാടകശാലയിലേക്ക് പ്രവേശിച്ച് തന്റെ ദിവ്യ കർത്തവ്യം ചെയ്യുന്ന സമയമാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് സംഗമവേള. അതായത് ഒരു കൽപ്പം പൂർത്തിയാകുകയും 4 യുഗങ്ങളോടുകൂടി ഒരു കൽപ്പം പൂർത്തിയാകുകയും വീണ്ടും അടുത്ത കൽപ്പം ആരംഭിക്കുകയും ചെയ്യുന്നതിന്റെ ഇടയിലുള്ള സമയം. കലിയുഗമാകുന്ന രാത്രി പൂർത്തിയാക്കി സത്യുഗമാകുന്ന പ്രഭാതം പുനരാവർത്തിക്കുന്നതിന് മുമ്പുള്ള ഈ സമയം, ഇതിനെയാണ് സംഗമം എന്ന് പറയുന്നത്. അതായത് ഒരു കൽപ്പം പൂർത്തിയാകണു, അടുത്ത കൽപ്പം ആരംഭിക്കണം. കാലചക്രമല്ല, ഇത് കറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് ഈ നാടകശാലയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കാലചക്രം കറങ്ങുകയാണ്. കലിയുഗത്തിന് ശേഷം വീണ്ടും അടുത്തത് സത്യുഗം, പ്രഭാതമാണ്. അപ്പൊ ഈ രാത്രി മാറി പകല് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഈ സമയം പ്രഭാത സമയം പോലെ, അത് രാവിലെ സമയം അങ്ങനെയല്ലേ, ഇരുട്ട് പൂർത്തിയായി പകല് വരുന്നതിന് തൊട്ട് മുമ്പ് ആ പുലർകാലം സുപ്രഭാത സമയം പോലെ, ബ്രഹ്മ മുഹൂർത്തം പോലെ ഉള്ള സമയമാണ് ഇപ്പോ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടം. കലിയുഗത്തിന്റെ ഈ ലാസ്റ്റ് നാളുകള്, ഈ സമയത്താണ് സംഗമം എന്ന് പറയുന്നത്. കാരണം ഈ സമയത്താണ് പരമാത്മാ സ്വയം ഭഗവാൻ ഈ ഭൂമിയില്, ആ മഹാജ്യോതി ഈ ഭൂമിയിൽ വന്ന് തന്റെ ദിവ്യ കർത്തവ്യം, തന്റെ ദിവ്യമായ പാർട്ട് അഭിനയിക്കണം. ഈശ്വരൻ സ്വയം ഈ സൃഷ്ടിയിൽ വന്ന് തന്റെ ദിവ്യമായ കർത്തവ്യം ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് ഈ ദിവ്യജ്ഞാനം പ്രദാനം ചെയ്യണം. മനുഷ്യന് ശരീരബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് വരാൻ, നമ്മളെ ആത്മസ്മൃതി ഉണർത്തി തരാൻ ആത്മജ്ഞാനം തരാണ്. അപ്പൊ അതിനുശേഷം ഭഗവാൻ നമുക്ക് ഭഗവാന്റെ തന്നെ പരിചയം തരാണ്, പരമാത്മജ്ഞാനം തരാ. സ്വയം ഭഗവാൻ തന്നെ ഭഗവാന്റെ പരിചയം തരുമ്പോഴേ നമ്മൾ ഈശ്വരനെ യഥാർത്ഥ രൂപത്തിൽ അറിയുള്ളൂ. ആത്മജ്ഞാനവും തന്ന് പരമാത്മജ്ഞാനവും തന്നതിന് ശേഷം ഈ നാടകശാലയിൽ നമ്മൾ എങ്ങനെയാ നാടകം കളിച്ച് വന്നേ? വീട്ടിൽ നിന്നിറങ്ങി സത്യുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഈ 4 യുഗങ്ങളില് 4 ഭാഗങ്ങളായിട്ട് നമ്മൾ നമ്മുടെ നാടകം എങ്ങനെയാ അഭിനയിച്ചു വന്നത്? നമ്മുടെ ഈ നാടക അഭിനയത്തെക്കുറിച്ച്, നാടകത്തിന്റെ ആദ്യമധ്യ അന്ത്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്, അതും ഭഗവാൻ സ്വയം ഈ സമയത്ത് നമുക്ക് ആ ജ്ഞാന അമൃത് പ്രദാനം ചെയ്യുന്ന സമയം ഇത് തന്നെയാണ്. ഇതാണ് പരമാത്മാവിന്റെ കർത്തവ്യം. അങ്ങനെ പരമാത്മാവ് സ്വയം ഈ സൃഷ്ടിയിൽ ദിവ്യ അവതരണം ചെയ്ത് നൽകിക്കൊണ്ടിരിക്കുന്ന ജ്ഞാനാമൃതമാണ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം എന്നറിയപ്പെടാൻ കാരണം ഈശ്വരൻ ഈ വിശ്വത്തില് മുഴുവൻ വിശ്വത്തിന് വേണ്ടി, മുഴുവൻ മാനവരാശിക്ക് വേണ്ടി ഈ വിശ്വത്തിൽ വന്ന് ആരംഭിച്ച വിദ്യാലയം. ഈ വിദ്യാലയം ആരംഭിക്കാൻ പരമാത്മാ ഒരിക്കലും അമ്മയുടെ ഗർഭത്തിൽ ജന്മം എടുക്കണില്ല. പക്ഷെ പരമാത്മാവിന് തന്റെ ദിവ്യ കർത്തവ്യം ചെയ്യുകയും വേണം. ആ ദിവ്യ കർത്തവ്യം ചെയ്യുന്നതിന് വേണ്ടി പരമാത്മാവിന്റെ ദിവ്യ അവതരണം നടക്കുന്നത് പ്രജാപിത ബ്രഹ്മാവിലൂടെയാണ്. അതുകൊണ്ടാണ് പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന് പറയാൻ കാരണം. ഒരു സാധാരണ വിഷ്ണു ഭക്തനായിരുന്ന ലേഖരാജ് എന്ന് പറയുന്ന ഒരു വജ്രവ്യാപാരി, അദ്ദേഹത്തിന് പരമാത്മാവിന്റെ ദർശനം, ജ്യോതി സ്വരൂപത്തിന്റെ ദർശനം ഉണ്ടാകുകയും ജ്യോതി സ്വരൂപത്തിൽ ഈശ്വരനെ ദർശിക്കുകയും അദ്ദേഹത്തിന്റെ തന്നെ പൂർവ്വജന്മങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവ്
ആത്മജ്ഞാനം ലഭിച്ച്, പരമാത്മാവിന്റെ തിരിച്ചറിവ് ലഭിച്ച്, സൃഷ്ടിയുടെ അതിമധ്യ അന്ത്യത്തിന്റെ അറിവ് പകർന്നു കൊടുത്ത്, സ്വയം പരംപിത പരമാത്മ പരം ജ്യോതി പ്രജാപിത ബ്രഹ്മ എന്ന് നാമകരണം ചെയ്ത് അദ്ദേഹത്തിന്റെ സാകാര മാധ്യമത്തിലൂടെ പരംപിത പരമാത്മ നമുക്ക് ഈ ജ്ഞാന അമൃതം തരാണ്. അതുകൊണ്ട് ഭഗവാൻ തന്നെ ഈശ്വരീയ അമൃതം നൽകി ഈശ്വരീയ വിശ്വവിദ്യാലയം സ്ഥാപിച്ച് മനുഷ്യന് പതിത ആത്മാവിനെ പാവനാക്കി മാറ്റാൻ സർവാത്മാക്കൾക്കും വേണ്ടി, സൃഷ്ടിയിലെ സർവാത്മാക്കൾക്കും പിതാവാണല്ലോ പരമാത്മ. അതുകൊണ്ട് ഭഗവാൻ നൽകുന്ന ഈ ദിവ്യജ്ഞാനവും സർവാത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഈശ്വരീയ വിശ്വവിദ്യാലയം 5 ഭൂഖണ്ഡങ്ങളില് സർവ ജാതി മത വിഭാഗങ്ങൾക്കിടയില് എല്ലാ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലുള്ളവരും ഈശ്വരീയ ജ്ഞാനാമൃത് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹൈന്ദവരാകട്ടെ, ക്രിസ്ത്യൻ ധർമ്മത്തിൽപ്പെട്ടവരാകട്ടെ, ഇസ്ലാം ധർമ്മത്തിൽ സർവാത്മാക്കളും ഈ ജ്ഞാനാമൃതം കുടിക്കുന്നുണ്ട്. അതിലൂടെ ആത്മബോധത്തിലേക്ക് വരാൻ. നമ്മൾക്ക് ജാതി മാറുക, മതം മാറുക അതല്ല ആവശ്യം മനസ്സ് മാറുക, മനോഭാവം മാറുക. ശരീരബോധത്തിൽ നിന്ന് നമുക്ക് ആത്മബോധത്തിലേക്ക് മാറ്റം വേണ്ടേ. അതിനാണ് പരമാത്മ നമ്മളെ ഈ സമയത്ത് പഠിപ്പിക്കണം. ശരീരബോധത്തിൽ നിന്ന് ആത്മബോധത്തിൽ വരണം. ശരീരം കൊണ്ട് ഹിന്ദു ആണെങ്കിലും മുസൽമാൻ ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും പരിവർത്തനം മനോഭാവത്തിന് വേണം. ഏത് മനോഭാവം? ഞാൻ ഹിന്ദുവാണ്, ക്രിസ്ത്യനാണ്, മുസൽമാനാണ്, ആ മനോഭാവം മാറി ഞാൻ ആത്മാവാണ്, ഞാൻ പരമാത്മാവിന്റെ സന്താനമാണ്. നാടകശാലയില് ഇതിന്റെ ലാസ്റ്റ് പാർട്ട് ഞാനിപ്പോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാടകം പൂർത്തിയായ വേളയിൽ ഞാൻ പതിതാത്മാവായി. അഴുക്കുണ്ട് എൻ്റെ ഉള്ളില്, ഇമ്പ്യൂരിറ്റി നിറഞ്ഞിട്ടുണ്ട്. ഈ ഇമ്പ്യൂരിറ്റി മാറ്റി എനിക്ക് പവിത്രമായി തിരിച്ചു പോകണം, പാവനമാകണം. ഈ ഒരു അവയർനെസ് ആണ് പരമാത്മ നമുക്ക് ഈ സമയത്ത് നൽകണം. അതാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. കാരണം നമ്മളെല്ലാവരും ഇരുട്ടിലാണ്. അതുകൊണ്ട് പറയാറുണ്ടല്ലോ, എല്ലാ വർഷവും നമ്മൾ ശിവരാത്രി ആഘോഷിക്കും. എന്റെ അർത്ഥം തന്നെ എന്താ? ശിവ അവതരണം നടക്കുന്ന സമയം. ശിവനർത്ഥം മംഗളകാരി. ആ പരമജ്യോതി സ്വരൂപനായ മംഗളകാരിയായ പരമാത്മ ഈ സൃഷ്ടിയിലേക്ക് വരുന്ന സമയത്തെ കാണിച്ചിരിക്കുക. രാത്രിയിൽ ഭഗവാൻ വരുന്ന അർത്ഥം എന്താ? ഒരു ദിവസം രാത്രിയിൽ വന്നു എന്നുള്ളതല്ല. പിന്നെയോ എപ്പോഴാണോ നമ്മൾ മനുഷ്യാത്മാക്കള് കലിയുഗത്തിന്റെ ഇരുട്ടിലേക്ക് പോണേ, ദേഹബോധത്തിന്റെ ഇരുട്ടിലേക്ക് പോണേ, ആത്മാവാണെന്നുള്ള ബോധം മറന്ന് ശരീരബോധത്തിന്റെ അജ്ഞതയുടെ നിദ്രയിൽ ഉറങ്ങണേ, ആ സമയത്ത് ആണ് ഈ കലിയുഗത്തെയാണ് യഥാർത്ഥത്തിൽ രാത്രിയായിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ കലിയുഗമാകുന്ന രാത്രിയില് അജ്ഞതയുടെ നിദ്രയിൽ നമ്മള് ശരീരബോധത്തിലെ കടന്ന കുംഭകർണന്മാരെ പോലെ ഉറങ്ങുന്ന സമയത്ത് സ്വയം ജ്ഞാനസാഗരനായ ആ പരംജ്യോതി പരമാത്മാ ശിവപിതാവ് ഈ സൃഷ്ടിയിലേക്ക് വന്ന് നമുക്ക് ഈശ്വരീയ ജ്ഞാനത്തിന്റെ അമൃത് തന്ന് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കാളകൂട വിഷത്തെ പുറത്തേക്ക് കളയുന്ന ഒരു ദിവ്യ കർത്തവ്യം, അതായത് ഈശ്വരൻ തന്റെ പാർട്ട്, ഈശ്വരന്റെ ദിവ്യ അവതരണ കാലഘട്ടം ഈ വർത്തമാന സമയമാണ്. ഇതിനെയാണ് ശിവരാത്രി കാലം എന്ന് പറയുന്നത്. ഈ കലിയുഗത്തിന്റെ ഈ ലാസ്റ്റ് നാളുകൾ ഇപ്പൊ ശിവരാത്രി കാലം നടന്നുകൊണ്ടിരിക്കുക. അതായത് ഭഗവാൻ ഈ സൃഷ്ടിയിൽ വന്ന് ഈ ദിവ്യ ജ്ഞാനം നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുക. ഇതിലൂടെ നമ്മളുടെ ജ്ഞാനസ്നാനം നടക്കുക, നമ്മുടെ ഉള്ളില് അഴുക്കുകൾ പോകാനും ശ്രേഷ്ഠതയിലേക്ക്, ദിവ്യതയിലേക്ക്, പാവന അവസ്ഥയിലേക്കുള്ള മടക്കയാത്രയുടെ സമയമാണ്. അതിന് നമുക്ക് ജ്ഞാന ഗംഗയിൽ കുളിക്കണം. അവിടെ ഭഗവാൻ തരുന്ന ജ്ഞാന ഗംഗ അറിവ് ഗംഗയ്ക്ക് സമാന. ആത്മജ്ഞാനം, പരമാത്മജ്ഞാനം, ഈ ജ്ഞാന ഗംഗയിൽ കുളിക്കുമ്പോഴാണ് ആത്മാവിലെ അഴുക്ക് പോകുന്നത്, ആത്മാവ് ശുദ്ധമായിട്ട് മാറണേ. ആ ദിവ്യ കർത്തവ്യം നടക്കുന്നത് ഈ സമയത്താണ്. പരമാത്മാവിന്റെ ആ ദിവ്യ കർത്തവ്യ വേളയാണ് ശിവരാത്രി കാലം എന്ന് പറയുന്നത്. പക്ഷെ ശിവൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ മറ്റൊരു രൂപം കടന്നു വരും. ജ്യോതി സ്വരൂപനെ, ശിവപൂജ അല്ലെങ്കിൽ ശിവക്ഷേത്രം അല്ലെങ്കിൽ ശിവലിംഗം, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതാണ്. ജ്യോതി സ്വരൂപത്തെ ഓർമ്മിക്കാനാണ് നമ്മൾ ശിവലിംഗം വെക്കുന്നത്. പക്ഷെ ശിവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സാധാരണഗതിയിൽ മറ്റൊരു രൂപവും കടന്നു വരാറുണ്ട്, ശങ്കരന്റെ ഒരു ചിത്രം. ശിവനും ശങ്കരനും തമ്മിൽ വ്യത്യാസമുണ്ട്. ശിവനർത്ഥം ജ്യോതി സ്വരൂപൻ, ശങ്കരനർത്ഥം തപസ്വി. ശങ്കരന്റെ ചിത്രം നിങ്ങൾക്ക് മുന്നിൽ വരുന്നുണ്ടാവും. 3 കണ്ണ് തുറന്ന്, അല്ലെ, ആത്മനേത്രം തുറന്ന്, കഴുത്തിലെല്ലാം പാമ്പിനെ ആഭരണങ്ങളാക്കി തപസ്വിയായിട്ട് പാതി അടഞ്ഞ കണ്ണുകളോടുകൂടി എപ്പോഴും നമ്മളൊരു ചിത്രം കാണാറുണ്ട്. അത് യഥാർത്ഥത്തില് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മാത്രമല്ല, ശങ്കരന് മുന്നിൽ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ശിവലിംഗത്തിന്റെ ചിത്രവും കാണാം, അല്ലെ. ശിവലിംഗത്തിന് മുന്നിൽ തപസ് ചെയ്യുന്ന ചിത്രം കാണുന്നത്. അപ്പൊ ശങ്കരനും ശിവനും, ശിവലിംഗം ശിവനെ ഓർമ്മിപ്പിക്കുക, ജ്യോതി സ്വരൂപനെ. ശങ്കരൻ തപസ്വിയാണ്, തപസ്യർത്ഥം ഭക്തനാണ്, ഭഗവാനെ ഓർമ്മിക്കുന്ന ആളാണ്. ഭഗവാനെ ഓർമ്മിച്ച് 3 കണ്ണ് തുറന്ന് അർത്ഥം
ആത്മനേത്രം തുറന്ന് ഞാൻ ആത്മാവാണെന്നുള്ള ബോധത്തിലിരുന്ന്, ശരീരത്തിന്റെ ബോധത്തിൽ നിന്ന് മാറി ആത്മാവാണെന്നുള്ള ബോധത്തിൽ ഇരുന്നുകൊണ്ട് സർവശക്തിവാനെ ഈശ്വരനെ ഓർമ്മിക്കാൻ എന്ത് വേണം? ജ്ഞാനം വേണം. അതാണ് ജഡയിൽ എപ്പോഴും ഗംഗയെ കാണിച്ചിരിക്കുന്നത് അല്ലെ? ജഡയിൽ ഗംഗ അർത്ഥം എന്താണ്? തലയിലേക്കാണ് ജ്ഞാനം പോകുന്നത്, നമ്മുടെ ഉള്ളിലേക്ക്. തലയിലാരെ ഇരിക്കണം? ആത്മാവ്. ആത്മാവിലാണ് ജ്ഞാനം. അപ്പൊ എപ്പോഴാണോ ജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക്, തലയിലേക്ക് വരുന്ന ആത്മജ്ഞാനം കിട്ടണേ, പരമാത്മാവിനെ കുറിച്ചുള്ള സത്യജ്ഞാനം കിട്ടണേ, ആ ജ്ഞാന ഗംഗ എപ്പോഴാണോ നമ്മുടെ ബുദ്ധിയിലേക്ക്, നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരണേ, അപ്പോഴാണ് നമ്മുടെ മനസ്സിനെ ഈശ്വരിലേക്ക് കൊണ്ടുപോകാൻ പറ്റണേ. അങ്ങനെ പരമാത്മാവിനെ ഓർമ്മിക്കുമ്പോഴേ നമുക്ക് പാമ്പുകളുടെ മേലെ വിജയം നേടാൻ പറ്റും. പാമ്പർത്ഥം വികാരങ്ങൾ. വിഷപ്പാമ്പിന് സമാനമാണ് വികാരങ്ങൾ. കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം. ഈ 5 ദുർവികാരങ്ങളെയാണ് വിഷപ്പാമ്പായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള വിഷപ്പാമ്പിന് മേലെ വിജയം നേടണമെങ്കിൽ സർവശക്തിവാനായ പരമാത്മാവിനെ വിധിപൂർവ്വം ഓർമ്മിക്കണം. അതിന് ശരീരബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് വരണം. ആത്മസ്മൃതിയിലിരുന്നുകൊണ്ട് പരമാത്മാവിനെ ഓർമ്മിക്കുമ്പോഴാണ് യോഗത്തിലൂടെ ബലം, ശക്തി കിട്ടുന്നത്. ആ ശക്തിയാണ് വികാരങ്ങളെ ജയിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. അങ്ങനെ വികാരങ്ങളെ ജയിക്കുമ്പോഴേ വികർമ്മങ്ങളെ ജയിക്കാൻ നമുക്ക് കഴിയും. അതാണ് യഥാർത്ഥത്തിൽ ശിവനും ശങ്കരനും തമ്മിലുള്ള അന്തരം. ശങ്കരൻ യഥാർത്ഥത്തിൽ നമ്മൾ ഭക്തന്മാരുടെ ഒരു സിമ്പലാണ്. നമ്മൾ എങ്ങനെ ഭക്തി ചെയ്യണം, എങ്ങനെ ഏത് ബോധത്തിൽ നമ്മൾ ജീവിക്കണം, വിധിപൂർവ്വം എങ്ങനെ ഭഗവാനെ ഓർമ്മിക്കണം. അങ്ങനെ വിധിപൂർവ്വം ഓർമ്മിക്കുമ്പോൾ നമുക്ക് ഭക്തന്മാർക്ക് ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇതാ ഒരു സമയമാണ് നമുക്ക് ഈ ഒരു തിരിച്ചറിവ്, നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന പ്രസന്റ് ടൈം, ഈ വർത്തമാന കാലഘട്ടം, ഇത് സംഗമയുഗമാണ്. ഈ സംഗമവേളയിൽ നമ്മുടെ കർത്തവ്യം എന്താണ്? ഒന്ന്, നമുക്ക് 3-ാം കണ്ണ് തുറക്കണം, ആത്മബോധത്തിലേക്ക് തിരിച്ചു വരണം. രണ്ടാമത്തത് ഭഗവാന്റെ സത്യമായ പരിചയം, പരമാത്മാവിനെ യഥാർത്ഥ രൂപത്തിൽ തിരിച്ചറിഞ്ഞ് ഈശ്വരിലേക്ക് നമ്മുടെ മനസ്സിനെ ലിങ്ക് ചെയ്ത് കണക്ട് ചെയ്ത് പരമാത്മ ശക്തി ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ദുർബലതകളുടെ മേലെ വിജയം നേടണം. ആത്മാവിലെ കറ കളയണം. മടക്കയാത്രയ്ക്ക് വേണ്ടി നമ്മൾ യോഗ്യരാകണം. ഇവിടെ നമുക്ക് നാടകത്തിലെ ബാക്കി പാർട്ട് പൂർത്തിയാക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് ആവശ്യം നമ്മളിലെ കറ കളയുകയും നമ്മളിലെ ദൈവിക ഗുണങ്ങളെ, ശക്തികളെ എമർജ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള സമയമാണ് ഈ വർത്തമാന കാലഘട്ടം. ഈ ഒരു തിരിച്ചറിവിലേക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥ രൂപത്തിൽ ശിവരാത്രി ആഘോഷിക്കാൻ കഴിയൂ. അതായത് പതിതത്തിൽ നിന്ന് പാവനാകാൻ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാനുള്ള സമയം. ഈശ്വരന്റെ ദിവ്യ കർത്തവ്യവും ഈ സമയത്താണ് നടക്കുന്നത്. പരമാത്മാവിന്റെ ദിവ്യ കർത്തവ്യം. നമ്മൾ ഈശ്വരീയ വിശ്വവിദ്യാലയത്തില് ആ പരംപിത പരമാത്മാവിനെ ശിവപിതാവ് എന്നുള്ള അർത്ഥത്തില് ശിവബാബ എന്നാ പറയാം. ബാബ അർത്ഥ അച്ഛൻ. അതായത് പരമാത്മാ നമുക്ക് മാതാപിതാവാണ്, ഈശ്വരൻ നമുക്ക് അച്ഛനും അമ്മയുമാണ്. ആ പരംജ്യോതി മഹാജ്യോതി നമുക്ക് ജ്ഞാനാമൃതം തന്നുകൊണ്ടിരിക്കുക. പരമാത്മാവ് നൽകുന്ന ജ്ഞാനമാണ് ദിവസവും ഈ വിശ്വവിദ്യാലയത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. ഡെയിലി 1 മണിക്കൂർ ഭഗവാൻ ഈ ദിവ്യ ജ്ഞാനം നമുക്ക് തരുന്നുണ്ട്. ഭഗവാനിൽ നിന്ന് ലഭിച്ച ഈ ജ്ഞാനാമൃതം കുടിച്ച് നമ്മൾ ആത്മാവിനുള്ള ആഹാരമാണത്. എങ്ങനെ നമ്മൾ ഈ ശരീരത്തിന് ഭക്ഷണം കൊടുക്കണോ, അതേപോലെ ആത്മാവിന് ഭഗവാൻ നൽകുന്ന ദിവ്യജ്ഞാനം ആത്മാവിനുള്ള ശരിക്കും ഭക്ഷണമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കർമ്മക്ഷേത്രത്തിലെ കാര്യവ്യവഹാരങ്ങളെല്ലാം ചെയ്തുകൊണ്ടും നമുക്ക് നമ്മുടെ ഉള്ളിലെ അന്ധകരണത്തിന്റെ ശുദ്ധീകരണത്തിന്, അതേപോലെ ശരീരബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് വരുന്നതിന് ഈ ജ്ഞാനം ഏറ്റവും പ്രധാനം. ജ്ഞാനം നമ്മുടെ ഉള്ളിലെ ധാരണയിലേക്ക് വരുമ്പോൾ, ജീവിതത്തിലേക്ക്, നമ്മുടെ കർമ്മത്തിലേക്ക് വരുമ്പോഴാണ് പിന്നെ നമുക്ക് യോഗം അഥവാ ഈശ്വരനുമായിട്ടുള്ള ലിങ്ക് നമുക്ക് കിട്ടണം. അപ്പൊ കർമ്മയോഗിയാകാൻ പറ്റും. കർമ്മം ചെയ്തുകൊണ്ടും ഈ പ്രാക്ടിക്കൽ ജീവിതത്തില് നമുക്ക് ദേഹബോധത്തിൽ നിന്ന് വേറിട്ട് ആത്മബോധത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിത ശൈലിയിൽ വളരെയധികം മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. വളരെയധികം മാറ്റം നമ്മുടെ ദൃഷ്ടികോണിൽ വരും, നമ്മുടെ കർമ്മ പഥത്തിലുണ്ടാവും. ആ രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ടോട്ടൽ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ കൊണ്ടുവരാൻ ഈ സമയം, ഈ സംഗമവേളയിൽ പരമാത്മാവിന്റെ ദിവ്യ കർത്തവ്യം നടക്കുന്ന ഈ സമയത്ത് നമുക്കും ആ ദിവ്യ കർത്തവ്യത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഉള്ളിൽ ഈ മാറ്റത്തിന് ഉള്ള ഒരു സമയമാണ് ഈ വർത്തമാന സമയം.
അല്പസമയം നമുക്ക് മെഡിറ്റേഷൻ്റെ അനുഭവം ചെയ്യാം. അതിനുവേണ്ടി അലർട്ടായിട്ടിരിക്കുക, നിവർന്നിരിക്കുക. ബാക്കി ശ്രദ്ധ സ്വയത്തിലേക്ക് കൊണ്ടുപോകണം. ആത്മബോധത്തിലിരുന്നുകൊണ്ട് അല്പസമയം നമുക്ക് പരമാത്മാവിനെ ഓർമ്മിക്കാം. ഏത് സങ്കല്പങ്ങളാണോ കേൾക്കുന്നത് അതിനോടൊപ്പം മനസ്സുകൊണ്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. വായുകൊണ്ടൊന്നും ഉരുവിടണമെന്നില്ല, കേവലം മനസ്സുകൊണ്ട് ഒരേ വിചാരത്തിലൂടെ നമുക്ക് പോകാം. ഓം ശാന്തി. ഈ ഭൂമി ഒരു നാടകശാല മാത്രമാണെന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നു. ഈ ദേഹം നാടകം അഭിനയിക്കാൻ വേണ്ടി എനിക്ക് ലഭിച്ച വസ്ത്രം മാത്രമാണ്. ഈ ദേഹമാകുന്ന വസ്ത്രം ഉപയോഗിച്ച് നാടകശാലയിൽ നാടകം അഭിനയിക്കുന്നത് അഭിനേതാവായ ഞാൻ ആത്മാവാണ്. ഇരുപുരികങ്ങൾക്ക് മധ്യേ നെറ്റിത്തടത്തിനുള്ളിൽ തിളങ്ങുന്ന ദിവ്യമായ പ്രകാശം, ചേതന, ചൈതന്യശക്തി, ഞാൻ ആത്മാവാണ്. ആത്മാവായ ഞാൻ ഈ നാടകശാലയിലെത്തിയത് ആത്മലോകത്ത് നിന്നാണ്. നാടകശാലയ്ക്കപ്പുറം, നീലാകാശത്തിനുമപ്പുറം ശബ്ദമില്ലാത്ത, ചലനമില്ലാത്ത നിശബ്ദതയുടെ ലോകം. ബ്രഹ്മലോകം, ശാന്തിധാമം, ആത്മാവായ എൻ്റെ നിവാസസ്ഥാനം, പരമമായ ശാന്തി നിർഭയമായ ദേശം, നാടകമില്ലാത്ത നിശബ്ദതയുടെ ലോകം, ശാന്തിയുടെ സാഗരനായ സർവേശ്വരൻ, പരമ്പൊരുൾ, പരമപിത പരമാത്മാ, പരംജ്യോതി, പരമപ്രകാശ്, എനിക്ക് അച്ഛനും അമ്മയും സർവസ്വമായ സർവശക്തിവാൻ ഈശ്വരന്റെ സാന്നിധ്യം എൻ്റെ മനസ്സിനെ ഭാരരഹിതമാക്കുന്നു.
സർവശക്തിവാന്റെ ശക്തികൾ മനോബലം പ്രദാനം ചെയ്ത് എല്ലാ ഭാരവും ഇല്ലാതാക്കി ഈശ്വരീയ ശക്തിയുടെ സുരക്ഷ ഞാൻ അനുഭവിക്കുന്നു. ശാന്തിയുടെ സാഗരൻ സർവേശ്വരൻ ശാന്തിയുടെ കിരണങ്ങളാൽ ശാന്തിയുടെ സുഖം എനിക്ക് പ്രദാനം ചെയ്യുന്നു. എൻ്റെ മനസ്സിപ്പോൾ വളരെ വളരെ ശാന്തമാണ്, സ്വസ്ഥമാണ്, ഭാരരഹിതമാണ്. കർമ്മക്ഷേത്രത്തിലേക്ക് എൻ്റെ കർമ്മങ്ങളിലേക്കുള്ള മടക്കയാത്ര ഭ്രൂമധ്യത്തിലിരുന്ന് ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ ഉണരുന്നു. ശാന്തിയാണ് എൻ്റെ സ്വധർമ്മം. ശാന്തിയിലാണ് ശക്തി. ഞാൻ ശാന്തനാണ്.